മങ്കോട്ട ദേവ എന്ന് പറയും. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ഇതിലെല്ലാം ഇതേ പച്ചയ്ക്ക് കിടക്കുന്നു. അത് പഴുത്ത് ഈ കളറാകും, ഇതിലും കളറാകും. അതായത് സാധാരണ ഈ ആപ്പിൾ കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. ഒത്തിരി പേരിങ്ങനെ ഇവിടെ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഇതെന്നാ മരമാണ്, ഇതെന്നാ കായാന്നൊക്കെ. അപ്പം ഞങ്ങൾക്കും ഇത് ആദ്യമൊക്കെ അറിയത്തില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ഇതിൻ്റെ ഫാമിൽ മിഷൻ നന്നാക്കാൻ പോയിട്ട് വന്നപ്പോൾ അവിടുന്ന് കൊണ്ട് തന്നതാണ്. അപ്പം അത് ഞങ്ങൾ കുറച്ച് മരങ്ങളാക്കി എല്ലാം കിളിപ്പിച്ചു. ഞങ്ങൾ ഇവിടെ ഇത് കൊടുക്കുന്നുണ്ട്. ഷുഗറിന് കാല് കൈ മുട്ടുവേദന സർവ്വ വേദനകൾക്ക് നല്ലതാണ്. ഷുഗറിന് ഏറ്റവും നല്ലതാണ്. കുഞ്ഞു പിള്ളേർക്കും ഗർഭിണികൾക്കും കൊടുക്കല്ലെന്നാണ് ഇങ്ങനെ ഡോക്ടർമാർ പറയുന്നത്. പിന്നെ കുറച്ച് കാഴ്ചകളും കൂടെ കണ്ടിട്ട് വരാം. ഇതാണ് അടുത്ത മരവേ. ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഇത് പറിച്ച് പഴുത്തത് മുഴുവൻ ഹസ്ബൻഡ് പറിച്ച് അരിഞ്ഞ് ഇഷ്ടം പോലെ ഉണക്കിയതാണ്. ഉണക്കി ഇവിടെ വെച്ചേക്കുക. ഇഷ്ടം പോലെയുണ്ട്. ഇതിൻ്റെ തൈയും ഇഷ്ടം പോലെയുണ്ട്. തൈ ഞങ്ങൾ പാകി കിളിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെയുണ്ട്. നിറച്ച് കായ്ച്ചതായിരുന്നു. പഴങ്ങൾ ഇതിപ്പം ഇതേൽ പച്ചയുണ്ട്. ഹലോ ഗായ്സ്, ഇത് കണ്ടോ? ഇതാണ് അതിൻ്റെ പഴുത്ത് നിൽക്കുന്നതാണേ. ഇതേണ്ടേ, ഞാനിതേ അതേലൊരെണ്ണം പറിച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതിങ്ങനെ ഇരിക്കും. ഇതാണ് ഈ സംഭവം. ഇതിങ്ങനെ കത്തി വെച്ച് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞ് ഒരു 3-4-5 ഉണക്കെങ്കിലും ഇത് ഉണങ്ങണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. നേരിട്ട് സൂര്യപ്രകാശം അടുപ്പിക്കരുതെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ യൂട്യൂബിൽ അടിച്ച് നോക്കിയാണ് ഇത് എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ എല്ലാം മനസ്സിലാക്കിയത്. പക്ഷേ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഷുഗറുണ്ട്, ശരിക്കും ഷുഗറുണ്ട്. ഞങ്ങളിപ്പോൾ ബ്ലഡ് പരിശോധിക്കാൻ പോലും പോകുന്നില്ല. ഇത് രാവിലെ ഒരു 6-7 അല്ലി 1 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ പകുതിയാക്കി ഞങ്ങൾ തിളപ്പിച്ച് വറ്റിക്കും. പകുതിയാക്കിയിട്ട് ആ വെള്ളം കുടിക്കും. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ഇച്ചിരി ഏറെ അങ്ങ് വെച്ചേക്കും, ഞങ്ങൾക്ക് വൈകുന്നേരം വരെയും കുടിക്കാൻ വേണ്ടി. അത് ഇതൊന്ന് കുടിച്ച് നോക്കിയാലേ ഇതിൻ്റെ ഗുണം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് കഴിച്ച് നോക്കണം. ഞങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ഫോൺ നമ്പരും കൂടെ കൊടുത്തേക്കാം. നമ്മുടെ ഈ അടുത്ത പ്രദേശത്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഷുഗറൊക്കെ കൂടുതലായിട്ടുള്ളവരെ ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഒന്ന് റിസൾട്ട് പറഞ്ഞേച്ചാൽ മതി. ഇവിടെ ഇഷ്ടം പോലെ കായ്കളുണ്ട്. പച്ച ഉണ്ടായി വരുന്നു. പഴുത്തത് മുഴുവൻ ഈ കഴിഞ്ഞ ദിവസം പറിച്ച് ഉണക്കി വെച്ചേക്കുവാണ്. ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. അത് ഇങ്ങനെ പച്ച മുഴുവനായി വിളഞ്ഞ് പഴുത്തുകൊണ്ടിരിക്കും. നമുക്ക് ഇത് ഇങ്ങനെ ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ. ഷുഗറിൻ്റെ ഈ മരുന്ന് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ശകലം ഞങ്ങളിങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കും. നമ്മൾ പൈസയൊന്നും മേടിച്ചിട്ടല്ല അത് അന്നേരമൊക്കെ കൊടുത്തത്. അത് കൊടുത്തിട്ട് അവർക്ക് അതിൻ്റെ ഗുണം റിസൾട്ട് നല്ലതുപോലെ മനസ്സിലായതിന് ശേഷമാണ് അവർ പിന്നെയും ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോൾ അരിഞ്ഞുണങ്ങി കുറേ സംഭവം വെച്ചിട്ടുണ്ട്. ഇതാ സംഭവം, അരിഞ്ഞുണങ്ങി കുറേ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഫോൺ നമ്പർ ഇട്ടേക്കാം. ഫോൺ നമ്പരും വിളിച്ച് ചോദിച്ചാൽ മതി. ഹലോ, ഇതൊക്കെ ഇവിടെ ഞങ്ങൾ കുഴിച്ച് വെച്ച് ഇതെല്ലാം പഴുത്തത് പറിച്ചതാണ്. ഇനി നിൽക്കുന്ന മൊത്തം പച്ചയുണ്ട്. ഇങ്ങനെ കളർ വെച്ച് വരുന്നതുമുണ്ട്. ഇത് അടുത്ത മരവേ. ഞങ്ങൾക്കൊരു ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്കൊരു 10-15 മരമുണ്ട്. ഞങ്ങൾ ഒത്തിരി പേർക്ക് ഇതിൻ്റെ തൈ കൊടുക്കുന്നുമുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഗുണമുണ്ടാകട്ടെ. നമ്മളിത് പൂഴ്ത്തി വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. മനുഷ്യർക്ക് ഗുണമുള്ള കാര്യമാണ് ഇത്. യൂട്യൂബ് നിങ്ങൾ അടിച്ച് നോക്കണം. അടിച്ച് നോക്കിയാൽ ഇതിൻ്റെ വില എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഈ പഴുത്ത കായ ഇതുപോലെ
ഇതുപോലെയുള്ള പഴുത്ത കാ പറിച്ച് കൊണ്ടുപോയി അരിഞ്ഞുണക്കിയിട്ട് അതിൻ്റെ കാ കളയരുത്. ഇതിനകത്തൊരു കായുണ്ട്, അത് കളയരുത്. അതിവിടെ എൻ്റെ ഹസ്ബൻഡ് പാകി എല്ലായിടത്തും കിളിപ്പിച്ചേക്കുക. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഞങ്ങൾ ഇതിൻ്റെ തയ്യും കൊടുക്കാറുണ്ട്, ഇതിൻ്റെ ഉണങ്ങിയ മരുന്നും കൊടുക്കാറുണ്ട്. നമ്മൾ ഈ യൂട്യൂബിൽ അടിച്ച് നോക്കി അതിൻ്റെ വില കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. അത് നമ്മളിപ്പോൾ അത്രയും വിലയൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്. ഇതൊന്ന് അരിഞ്ഞ് സംഭവം ഒന്ന് എടുക്കാനും ഇത് ഉണങ്ങാനും ഇതിന് ഇത്ര വെയിലേ കൊള്ളിക്കാവോളം എന്നൊക്കെ ഉണ്ട്. ഇപ്പം ഇതെല്ലാം ചെയ്തു വരണമെങ്കിൽ ശകലം ഇതാണ്, റിസ്ക് പിടിച്ച കാര്യങ്ങളാണ്. ഹലോ ഗായ്സ്, ഇത് ഈ മരത്തെ നിറച്ചുണ്ടായിരുന്നതാണ് സംഭവങ്ങൾ. മുഴുവൻ പഴുത്തിയിട്ട് മൊത്തം പറിച്ചതാണ്. പറിച്ച് അരിഞ്ഞുണക്കി വെച്ചേക്കുവാണ്. അടുത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പറിച്ചെടുത്ത് അടുത്ത പൂവും കാര്യങ്ങളും ഒക്കെ പൂ ഇട്ടുകൊണ്ടിരിക്കുക. അടുത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുക. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാനേ ഇതിൽ നമ്പർ കൊടുത്തേക്കാം. നമ്മുടെ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഷുഗറൊക്കെ ഉള്ളവർ ഈ സാധനം വന്ന് ചോദിച്ചാൽ മതി. SNDP കുളപ്പുറം SNDP ബിൽഡിങ്ങിന് സമീപമാണ് വീട്. അവിടെ താഴെ അവിടെ കടയിൽ വന്ന് ആരോട് ചോദിച്ചാലും ലാലുവിൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഈ SNDP ബിൽഡിങ്ങിൻ്റെ തൊട്ട് ബാക്കിലാണ്. വന്ന് ചോദിച്ചാൽ മതി. ഞങ്ങളത് എന്താണെന്ന് വെച്ചാൽ അത് വേണ്ട പോലെ ചെയ്യാം. ഹലോ, ഇതാണ് നമ്മൾ ഈ സംഭവം, നമ്മൾ ഈ പറഞ്ഞ കായ ഇതാണ് അരിഞ്ഞുണക്കി. ഇതേണ്ടേ, ഇത് കണ്ടോ, ഇത് നോക്കാം. ഇതിങ്ങനെ വാളംപുളി പോലെ ഇരിക്കും. ചെറിയ പോള ഇങ്ങനെ അരിഞ്ഞ് വെച്ചേക്കുന്ന പോലെ ഇത് അരിഞ്ഞുണങ്ങി. ഇത് അരിയണ ശകലം പാടാണ് കേട്ടോ. ഇത് അരിഞ്ഞുണങ്ങി ഇഷ്ടം പോലെ ഒരു ഇത്രയും മതി. ഇത്രയും സാധനം മതി 1 ലിറ്റർ വെള്ളത്തിനകത്ത് തിളപ്പിക്കാൻ. കുടിക്കുമ്പോൾ ഒരു ചൊവയോ ഒന്നുമില്ല, ഒരു രുചി വ്യത്യാസവും ഇല്ല. നമുക്കിത് നല്ലപോലെ ഇത് കുടിക്കാം. നമ്മൾ സാധാ പച്ചവെള്ളം കുടിക്കുന്ന പോലത്തെ രുചിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അല്ലെ ചൊവയായിട്ട് നമുക്ക് കുടിച്ചിറക്കാൻ മേലെന്നോ അങ്ങനെയൊന്നുമില്ല. വരുവാണെങ്കിൽ ഞങ്ങൾ ഇതേക്കൂട്ട് മരുന്ന് നിങ്ങൾ കൊണ്ടുപോയി ഒന്ന് ഉപയോഗിച്ച് നോക്കാം. നിങ്ങളിത് യൂട്യൂബ് ഒന്ന് എടുത്ത് അടിച്ച് നോക്കാം. ഇതടിച്ച് നോക്കിയിട്ട് ഇതെന്നാ സംഭവം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ കോണ്ടാക്ട് നമ്പറെ ബന്ധപ്പെടുക. ഇതാണ് കണ്ടോ, ഇപ്പോൾ ഈ ഇത് എത്ര കിലോ പറിച്ച് പഴുത്ത് സാധനം പറിച്ച് ഉണങ്ങി വന്നപ്പോൾ ഇത്രയും സാധനം കിട്ടിയോന്നൊന്ന് ഓർക്കണം. കുറച്ച് ഉണങ്ങാൻ നമ്മൾ തെർസിൻ്റെ മണ്ടേ കയറ്റി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ തരുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. കുറേ ഇതിൻ്റെ അരികളും അരിഞ്ഞതിൻ്റെ കായല്ല നമ്മളത് അവിടെ പാകിയിട്ടിട്ടുണ്ട്. കിളുക്കുന്ന ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കൊടുത്തു വിടുക. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് മനുഷ്യർക്ക് ഉപകാരപ്പെടട്ടെ. എല്ലാ മനുഷ്യർക്കും ഷുഗറും കാര്യങ്ങളും എല്ലാം അല്ലേ. ഇത് കിഡ്നി സംബന്ധമായ അസുഖത്തിനും മൂത്രം സംബന്ധമായ അസുഖത്തിനും മൂത്രത്തിക്കല്ലിനും എല്ലാം ഈ മരുന്ന് നല്ലതാണെന്നാണ് പറയുന്നത്. ഞങ്ങളിത് ഉപയോഗിച്ചാണ്. ഞങ്ങളിപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞങ്ങൾ ഈ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത്. ഞങ്ങൾ ഭാര്യയും ഭർത്താവും കുടിക്കുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും ഷുഗറുണ്ട്. ഞങ്ങൾ 2 പേരും കുടിക്കുന്നത്. ഞാനൊരു 6 മാസമെങ്കിലും ആയിട്ടുണ്ട് ഷുഗർ പോയി നോക്കിയിട്ട്. എനിക്ക് ഒരു അസ്വസ്ഥതയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മറ്റേ ഷുഗർ കൂടിയാലോ കുറഞ്ഞാലും ഒക്കെ നമുക്കറിയാമല്ലോ. പക്ഷെ ഞാൻ ഈ വെള്ളം രാവിലെ ഞങ്ങൾ എണീക്കുമ്പോൾ ഇതിന് കുറേയേറെ ഞങ്ങളങ്ങ് തിളപ്പിക്കും. ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേനും അതൊക്കെ അങ്ങ് തീരും. കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കത്തില്ല കേട്ടോ, ഗർഭിണികൾക്കും കൊടുക്കല്ലെന്നാണ് ഈ ആയുർവേദ വിദഗ്ധന്മാരൊക്കെ ഇത് പറയുന്നത്. നിങ്ങളിതിൻ്റെ എന്താണെന്ന് നിങ്ങളൊന്ന് യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കുക. മാങ്കോട്ടാദേവ എന്ന് അടിച്ചു കൊടുക്കണം. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ അവർ അതെന്നാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഈ കോണ്ടാക്ട് നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി.